അതായത് സ്ത്രീകൾ നിങ്ങൾക്ക് മാപ്പ് തരില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. സ്ത്രീകളുടെ ദേഷ്യത്തിൽ നിങ്ങൾ ഉരുകി വെന്ത് വെണ്ണീറാകും എന്നുള്ളതാണ്. ഇത് വരുന്ന ഇലക്ഷനിലെല്ലാം പ്രതിഫലിക്കുമോ? അല്ല, ഇലക്ഷനിൽ പ്രതിഫലിക്കുമോ ഇല്ല എന്നൊക്കെയുള്ളത് കാത്തിരുന്ന് കാണാം. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പക്ഷെ ഒന്നും കാണാതെ BJP പോലുള്ള ഒരു പാർട്ടി അത് നടപ്പാക്കില്ലല്ലോ. കാരണം ഇത്രമാത്രം ഇന്ത്യ മഹാരാജ്യത്ത് പരാജയപ്പെട്ടിട്ടുള്ള ഒരു പാർട്ടി വേറെ ഇല്ലല്ലോ. അല്ല, BJP ഒന്നും കാണാതെ നടപ്പാക്കില്ല എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞൊരു കാര്യമാണ് ചർച്ചയിൽ. കാരണം BJP കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയാണ്. ആ പ്ലാനിങ്ങിൽ BJP പറഞ്ഞത് ഈ പറയുന്ന പോലെ ഡീലിമിറ്റേഷൻ ബില്ലൊന്നും ഒരു ചർച്ചക്കെടുത്തില്ല. ഇന്നലെ നരേന്ദ്രമോദി അതിശക്തമായി ആക്രമിച്ചത് രണ്ട് പാർട്ടികളെയാണെന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി എന്ന് പറയുന്നത് തൃണമൂൽ കോൺഗ്രസ് ആണ്. രണ്ടാമത്തെ പാർട്ടി എന്ന് പറയുന്നത് DMK ആണ്. ഈ തമിഴ്നാട്ടിലെയും തൃണമൂൽ കോൺഗ്രസിനൊക്കെ കൂടുതൽ സീറ്റുകൾ നിങ്ങൾക്ക് കിട്ടുമായിരുന്നു സ്ത്രീകൾക്ക്. പക്ഷെ അതുപോലും ഇല്ലാതാക്കിയത് ഇവരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്തത്. അതായത് നരേന്ദ്രമോദി കടത്തി പറഞ്ഞൊരു വാക്കുകൂടിയുണ്ട്. അത് കറക്റ്റായിട്ട് ഞാൻ വിചാരിക്കുന്ന റീലിന് ഷോർട്സിന് വേണ്ടി അദ്ദേഹം ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പ്രസംഗമാണ്. അതിൽ അദ്ദേഹം പറയുന്നത് സ്ത്രീകളുടെ സ്വപ്നങ്ങളെ ഭ്രൂണഹത്യ നടത്തിയവരാണ് നിങ്ങൾ എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു കൃത്യം പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു. തുറന്നൊരു കാര്യം കൂടി പറയാം. യഥാർത്ഥത്തിൽ അദ്ദേഹം ഇത് മുൻകൂട്ടി തീരുമാനിച്ചു വെച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ഇത് പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അന്ന് രാത്രി 8:30 എന്ത് ചെയ്യണം, ഈ പബ്ലിക്കിൽ അഡ്രസ് ചെയ്യണം. അഡ്രസ് ചെയ്യുമ്പോൾ ഇത് എന്ത് ചെയ്യണം, വളരെ വൈകാരികമായിരിക്കണം. ആ വൈകാരികമായി ഞാൻ ദുഃഖിക്കുന്നു, ഞാൻ സ്ത്രീകളോട് മാപ്പ് ചോദിക്കുന്നു എന്ന് പറയണം. അങ്ങനെ മാപ്പ് ചോദിച്ചുകൊണ്ട് ഞങ്ങൾ ഈ പോരാട്ടം തുടരുമെന്ന് പറയണം. അങ്ങനെ തുടരുമെന്ന് പറയുന്നതിലൂടെ സ്ത്രീകളുടെ വോട്ട് ബാങ്കുകൾ എന്ത് ചെയ്യാൻ പറ്റും, അപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ഷോർട്ട് ടൈം പോളിസി. ലോങ് ടൈമിലേക്ക് ഇത് വീണ്ടും ആയുധമാക്കിക്കൊണ്ട് എന്ത് ചെയ്യാം, 2029 സ്ത്രീ വോട്ടർ വളരെ നിർണായകമാണ്. ആ സമയത്ത് ഇത് നടപ്പിലാക്കാം. കൂടാതെ ഇതിനെതിരെയുള്ള രോഷപ്രകടനം എങ്ങനെ ഉണ്ടാവും ജനങ്ങളുടെ ഇടയിൽ നിന്ന് പഠിക്കാനും സ്ത്രീ വോട്ടർമാർ എങ്ങനെ പ്രതികരിക്കുമെന്നും കൂടി അറിയാനുള്ള ഒരു തന്ത്രമാണ്. ആ തന്ത്രം മുൻകൂട്ടി പറഞ്ഞൊരാൾ നമ്മളാണ്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്രതിപക്ഷത്തിന് പോലും ഇത് മനസ്സിലായില്ല എന്നുള്ളതാണ് വാസ്തവം. യഥാർത്ഥത്തിൽ ഇന്നലെ രാത്രി മുതൽ ഞാൻ വളരെ കീനിലി ഒബ്സർവ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം, നാഷണൽ ചാനലുകളിലെല്ലാം കാർഡ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്നും ഡീലിമിറ്റേഷൻ ഇല്ല.